ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് ജർമ്മനിയിൽ അത്യാവശ്യം മഴയും വെയിലും ഒക്കെ ഉള്ള സമാധാനം നിറഞ്ഞൊരു ഞായറാഴ്ച. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് കപ്പ ബിരിയാണി തിന്നാനായിട്ട് നല്ലൊരു പൂതി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒട്ടും സമയം കളയരുതല്ലോ. വേഗം തന്നെ ഫ്രീസറിലിരുന്ന ബീഫ് എടുത്ത് ഡീപ് ഫ്രോസ്റ്റ് ചെയ്തിട്ട് അത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് 2 പച്ചമുളക്, ഒരിത്തിരി മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഈ ബീഫ് അങ്ങോട്ട് നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് കുഴച്ച് വെച്ചതിന് ശേഷം ഇതിന്റെ അകത്തേക്ക് നമുക്ക് ഒരിത്തിരി വെള്ളം ഒഴിച്ചു. ഇനി എന്താ, കുക്കർ അങ്ങോട്ട് അടച്ചു വെച്ച് വേഗം ഷടപടേന്ന് പറഞ്ഞിട്ട് ഒരു 9 വിസിൽ വന്ന് കുക്കർ ഓഫ് ചെയ്ത് പ്രഷർ സെറ്റിൽ ആവുന്ന സമയം കൊണ്ട് നമുക്ക് വേഗം സവാള വഴറ്റി, ആവശ്യത്തിന് ഉപ്പിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിന്റെ അകത്തേക്ക് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി, വീണ്ടും 1 സ്പൂൺ ഗരം മസാലയും 2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തതിന് ശേഷം നമുക്ക് മസാല നല്ല രീതിയിൽ ഇളക്കി മിക്സ് ആക്കി. മസാല നല്ലോണം പാകമായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണം ബീഫ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ഇപ്പൊ വഴറ്റി വെച്ച സവാളയും ബീഫും കൂടെ ചേർത്ത് നല്ല രീതിയിൽ അങ്ങ് സെറ്റ് ആയി കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിന്റെ അകത്തേക്ക് ഒരിത്തിരി മല്ലിയിലയും കൂടി തൂവി കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കയറി. അടുത്ത പണി നമുക്ക് നമ്മുടെ കപ്പ വേവിച്ചെടുക്കലാണ് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ ജർമ്മനിയിലെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ടപ്പിയോക്കയാണ്. ഇതിന് ഏകദേശം 4.99 യൂറോസ് ആണ് കേട്ടോ 1.5 കിലോ കപ്പയുടെ ഒരു പാക്കറ്റ്. ഇതും ഫ്രോസൺ കപ്പ ആയതുകൊണ്ട് നമ്മൾ നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ട് കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ആ കപ്പ എടുത്തൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് അതിന്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് ഒരു 4 വിസിൽ വരുത്തി നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച കപ്പ നല്ലൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷം നേരത്തെ ഉണ്ടാക്കിയ ബീഫും കൂടെ അങ്ങോട്ട് ഈ പാത്രത്തിലേക്ക് ആഡ് ചെയ്തതിനു ശേഷം എല്ലാം കൂടി നല്ല രീതിയിൽ അങ്ങ് കുഴച്ചുടച്ചെടുക്കണേ. ഇതെല്ലാം കൂടി കുഴച്ചെടുക്കാനായിട്ടുള്ള എനർജി എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചു. അസിസ്റ്റന്റ് ഇന്ന് ഓഫ് ആയതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കിച്ചണിൽ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നല്ല രീതിയിൽ കുഴച്ചുടച്ചതിന് ശേഷം കപ്പയുടെ മുകളിലേക്ക് നല്ല കുനുകുനാന്നരിഞ്ഞ സവാള അങ്ങ് വെതറി അതിന്റെ മുകളിലേക്ക് നല്ല മല്ലിയിലയും കൂടി അങ്ങ് വെതറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കപ്പ ബിരിയാണി റെഡിയായി. അപ്പൊ കപ്പ ബിരിയാണി റെഡി ആവുന്ന ടൈമിൽ എന്റെ കെട്ടിയാൻ ഇവിടെ മാംഗോ ലസ്സിയും കൂടെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ലഞ്ച് എൻജോയ് ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. ടാറ്റാ ബൈ ബൈ, സീ യു ഗൈസ്.